പല രോഗങ്ങളുടെയും ചികിത്സ എന്ന നിലക്ക് പലർക്കും ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ ഈ പ്രസ്ഥാനത്തിന് നെഞ്ചു പുലർത്തുന്ന ശസ്ത്രക്രിയ നടത്തിയുള്ളൂ. എന്നിട്ടാണ് 2002 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ISMനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നതും പകരം ഒരു അഡ്വക്കേറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആ അഡ്വക്കേറ്റിലേക്കുള്ള മുഴുവൻ ആളുകളെയും സെലക്ട് ചെയ്താലാ ദീപെന്നൊക്കെ മതി. അവരെ കുറിച്ച് ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി പിന്നെ ചാനലിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖം എന്താണ്? ചാനലുകാരൻ ചോദിച്ചല്ലോ, നിങ്ങളിപ്പോ ISMനെ പിരിച്ചുവിട്ടത് ആദർശ വ്യതിയാനവും അച്ചടക്കരായിട്ടൊക്കെ ആരോപിച്ചിട്ടല്ലേ? ഇതേ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ പകരം കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്കും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ നടപടിക്കോ? ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി കൊടുത്ത മറുപടി തരാം, അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത്രയും കറകളഞ്ഞ ആദർശ വിശുദ്ധിയുള്ള എന്തിനും പോകുന്ന നല്ല ചുറുചുറുക്കുള്ള കുട്ടികളെ മാത്രമാണ് നമ്മൾ ISMന്റെ നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ആദർശത്തിൽ ഒരു കളങ്കം പോലും വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ആശങ്കിക്കുന്നില്ല. അച്ചടക്കത്തിന്റെ കാര്യമോ, അത് നല്ല പത്തര മാറ്റി അച്ചടക്കത്തിന്റെ ആൾക്കാരാണ്. ഒരു തകരാറും ഒരു കുഴപ്പവും ഞങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ വരില്ല. അന്നത്തെ സംസ്ഥാന പ്രസിഡന്റാണ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ. ഈ കഴിഞ്ഞ KNMന്റെ ഇലക്ഷൻ, അവരുടെ KNMന്റെ ഇലക്ഷൻ മണിക്കൂറുകളോളം നീട്ടിക്കൊണ്ടുപോകാൻ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുവാൻ കാരണം അത് എന്തായിരുന്നു? ആരായിരുന്നു? സാക്ഷാൽ സയ്യിദ് മുഹമ്മദ് ഷാക്കിറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവതരിപ്പിച്ചിരിക്കുന്ന 5 പാനലുകളിലെ ചർച്ച. ഇപ്പുറത്ത് ഔദ്യോഗിക എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, അവർക്ക് 2 പാനൽ ഉണ്ടായിരുന്നു, ഇവർക്ക് 5 പാനലുണ്ട്. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കും, അവിടെ സംസ്ഥാന കൗൺസിൽ നടക്കുന്ന ചർച്ചയും പാനലിന്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? എല്ലാവർക്കും പരീനുകളുണ്ട് എന്നാണല്ലോ നമ്മുടെ ശേഖന്റെ പ്രസ്താവന. അങ്ങനെയല്ലോ. അല്ലെങ്കിലും അവിടുന്ന് അയക്കുന്ന ഏത് സർക്കുലറും ആദ്യത്തെ കോപ്പി നമുക്കുള്ളതാണല്ലോ. നിങ്ങളുടെ ജില്ലകൾക്കും മണ്ഡലങ്ങൾക്കും കിട്ടുള്ളൂ. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. എല്ലാ സമയത്തും എല്ലാ കാലത്തും ഈ കഴിഞ്ഞ 10 കൊല്ലവും അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിക്കാൻ അവിടെ ആളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ അവിടുത്തെ നിർത്തി, അവിടെ നോട്ടെ, മനസ്സിലായല്ലോ? അങ്ങനെ ചിലരെ കുറച്ച് വേണ്ടിക്കണ്ട് പോരുമ്പോ അടുത്താളെ നിശ്ചയിക്കും. അതിനൊക്കെ ഉള്ള അങ്ങനൊക്കെ ചില കഴിവൊക്കെ നമുക്കൊണ്ട് തീർച്ചോളൂ, അവിടെ കമ്പ്യൂട്ടർ കിട്ടും. പക്ഷെ ഞങ്ങൾ കുടുങ്ങിയ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്താൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ അജണ്ട മാത്രം ചർച്ച പോലെ അവരെ അജണ്ട ചർച്ച ചെയ്യണം. അവരുടെ സംഘടനാ അജണ്ട കൂടി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യണം. പൗർഗീരിക്കുന്നുണ്ടല്ലോ, അറിയാം. അപ്പോ ഈ ഒരു അവസ്ഥ എല്ലാം അവിടെ കിട്ടും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തരോ, സയ്യിദ് മുഹമ്മദ് ഷാക്കിറാണ് അവരുടെ സംസ്ഥാന കൗൺസിൽ പ്രക്ഷുബ്ധമാക്കിയത്. അയാളിപ്പോ ഇൻസിലാണോ ജിന്നിലാണോ അതോ ജിൻസിലാണ്? തൊട്ടുപിറകെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CP സലീം പലരെയും നീക്കം ചെയ്തല്ലോ. ആ നീക്കം ചെയ്യുന്ന പട്ടികയിൽ 2 ആഴ്ച കൂടി സമയം മാത്രം ബാക്കി നിൽക്കുന്ന ആളാണ് CP സലീം. അപ്പൊ അതിങ്ങനെ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ആദ്യം നമുക്കറിയാം. അടുത്ത് പുറത്താക്കേണ്ടത് ആരെന്നുള്ള ലിസ്റ്റ് മർക്കസ് ദേവന കൊടുക്കുന്ന കരുതിക്കോളും. ആ CP സലീമിന് ഇന്ന് അവരുടെ വളരെ ഉത്തരവാദപ്പെട്ട പല പള്ളികളുടെയും മിമ്പറുകൾ നിഷിദ്ധമാണ്. നിഷിദ്ധമായിട്ട് ഏതാണ് 1.5 കൊല്ലായി. അപ്പൊ അങ്ങനെ ഞങ്ങളെ അടുത്ത നാട്ടുകാരാണ് അന്തജാഗം നടക്കേണ്ടത്. പോട്ടെ, അന്നത്തെ സീനിയർ വൈസ് പ്രസിഡന്റാണ് ആര്? സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സക്കരിയ സുലാഹി. എന്താ പറഞ്ഞത്? ആദർശത്തിൽ ഒരു കളങ്കമോ അച്ചടക്കരാഹിത്യമോ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അത്ര കറകളഞ്ഞ ശുദ്ധരായ ആൾക്കാരാണ് നമ്മൾ കൊണ്ടുവന്നത്. ആ സീനിയർ വൈസ് പ്രസിഡന്റാണ് സക്കരിയ സുലാഹി. ഇപ്പൊ എവിടെ? തൊട്ടടുത്ത വൈസ് പ്രസിഡന്റ് ആരാ? ശംസുദ്ദീൻ പാലത്ത്. അകത്തോ പുറത്തോ? അതിന്റെ അടുത്ത വൈസ് പ്രസിഡന്റ് ഹാരിസ് ബിൻ സലീം. ഇന്നലെ എങ്ങോട്ട് പോയി, ഇന്ന് ഞങ്ങട്ടാ പോവുക എന്ന് കരുതിക്കാൻ നടക്കുക എന്തല്ലാതെ. അതിന്റെ തൊട്ടടുത്ത ആളുകളെ നാട്ടുകാരനാണ് അബ്ദുൾ റഷീദ് കുട്ടമ്പുരി. സംസ്ഥാന പ്രസിഡന്റ്